ചുവടുമാറ്റിയോ CPM രാഷ്ട്രീയ പ്രതിരോധത്തിലെന്നതാണ് ചോദ്യം. മധു, ചുവട് മാറ്റിയെന്നാണ് ഇന്ന് മുതലക്കുളം മൈതാനത്ത് നടന്ന പാർട്ടി സെക്രട്ടറിയുടെ ഈ വിശദീകരണ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം EDയുടെ ചരിത്രം പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം പുരക്കായസ്ഥയുടെ ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹം ഹിമന്ത വിശ്വ ശർമ്മയുടെ ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ED ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ഥാപനമാണ് എന്ന് ദീർഘനേരം എടുത്ത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ഈ വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇത്ര കാലവും കേൾക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് CPMന്റെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് വരുന്നത്. അത് കമ്പനി കേസ് കമ്പനി നടത്തും, നേതാക്കളെ തൊട്ടാൽ പ്രതിരോധിക്കും എന്നതാണ്. വീണ നേതാവല്ല. അപ്പോൾ നേതാക്കളുടെ മക്കളെ തൊട്ടാൽ പാർട്ടി പ്രതിരോധിക്കും എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? എൻ്റെ മകളായതുകൊണ്ടാണ് ഈ വിചിത്രമായ നടപടി നേരിടേണ്ടി വരുന്നത്. 90-കൾ മുതൽ ഇങ്ങോട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ എനിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്, അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് ആണ് EDയുടെ പ്രതികാരത്തിന് വേട്ടയ്ക്ക് ഇരയാകുന്നത് എന്ന് പാർട്ടി ജനങ്ങൾക്ക് മധ്യേ രാഷ്ട്രീയ വിശദീകരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ തലേ ദിവസം ഒരു പൈലറ്റ് എപ്പിസോഡ് ഉണ്ടാവുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന്. ഇതാണ് പാർട്ടി നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് മുതലക്കുളത്ത് വന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് കമ്പനി കേസ് കമ്പനി നടത്തിക്കോളും എന്ന്. ഏറെക്കുറെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ കച്ചവടം വേറെ രാഷ്ട്രീയം വേറെ എന്നത്. അതിന്റെ ഒരു മൈൽഡ് വേർഷനാണോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്ന് വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ്. ഇനി നേതാക്കളെ തൊട്ടാൽ പ്രതിരോധിക്കും എന്ന് പറയുന്നുണ്ട്. ED അതിന് മെനക്കെടേണ്ടതില്ല എന്നുകൂടി പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, അപ്പോൾ ഈ നേതാക്കളെ തൊട്ടാൽ പ്രതിരോധിക്കും. ഏതൊക്കെയാണ് നേതാക്കൾ? PA മുഹമ്മദ് റിയാസ്, P നിഖിൽ, നന്ദുലാൽ തുടങ്ങിയ നേതാക്കളിലേക്കൊക്കെ വരികയാണെങ്കിൽ പാർട്ടി പ്രതിരോധിക്കും, നേരിടും എന്നതാണ്. എങ്ങനെയാണ് നേരിടുക? അതായത് ഈ കമ്പനി കേസ് കമ്പനി നടത്തുമെന്ന് പറഞ്ഞല്ലോ. ഈ കമ്പനി കേസ് അന്വേഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ ED എത്തിയത്. അപ്പോൾ കമ്പനി കേസ് കമ്പനി നടത്തും എന്ന് പറഞ്ഞവരായിരുന്നോ CPMകാർ? ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറി AKG സെന്ററിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി നിന്നു. ഈ സമരം നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. അവിടെ തൊടാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചില്ലേ? അപ്പൊ കമ്പനി കേസും കമ്പനി നടത്തുന്ന രീതിയും പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ നിലപാടിലേക്ക് മാറിയത്. ആ വീട്ടിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ പിണറായി വിജയനെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞെന്താ? അല്ല, അതിനുശേഷം പിണറായി വിജയൻ പറഞ്ഞെന്താ? ശരി, അപ്പൊ ഇനി പറയാലോ അല്ലെ? അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞതിന് വിരുദ്ധമായി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. കമ്പനി കേസ് കമ്പനി നടത്തും എന്ന് ഇന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടായിരുന്നില്ല. അന്ന് ഞങ്ങൾ തൊടാൻ അനുവദിക്കില്ല എന്ന് അവിടെ പോയി പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയുടെ ആ ആഹ്വാനം കേട്ടാണ് ഇഷ്ടിക കല്ലുമെടുത്ത് IPBനും അടക്കമുള്ള നേതാക്കൾ EDയുടെ വാഹനം ആക്രമിച്ചത്. EDയുടെ വാഹനം ആക്രമിച്ചു, കുറേ ദിവസം ജയിലിൽ കിടന്നു, വന്നു, ഓണാഘോഷം നടത്തുന്നു, ഊഞ്ഞാലാടുന്നു, ചെണ്ട കൊട്ടുന്നു, ഈ പോലീസുകാരുടെ ഡ്രസ് കോഡ് ഇട്ട് ഡാൻസ് കളിക്കുന്നു തുടങ്ങിയ കലാപരിപാടികൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അത് അവിടെ നടക്കട്ടെ. ഇനി അങ്ങനെ പ്രതിരോധിക്കാനാണോ, അതായത് അന്ന് തൊടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ നിലപാടാണോ മുഹമ്മദ് റിയാസിനെതിരെയും നിഖിലിനെതിരെയും നന്ദുലാലിനെതിരെയും EDയുടെ നടപടിയോ അന്വേഷണവും ഉണ്ടായാൽ പാർട്ടിയുടേത് എന്നാണ് ഇപ്പോൾ അടുത്ത ചോദ്യം. നേതാക്കൾക്കെതിരെ പ്രതിരോധിക്കും എന്നാണെങ്കിൽ അങ്ങനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? നിയമപരമായി ഉള്ള കാര്യങ്ങളെ നിയമപരമായി മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ PA മുഹമ്മദ് റിയാസിനെ എതിരെ നടപടി ഉണ്ടായാൽ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലേക്ക് ED വന്നു റെയ്ഡ് നടത്തി അല്ലേ? അത് വീണ കൂടി താമസിക്കുന്ന വീട് എന്ന നിലയ്ക്കാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊണ്ടുപോയാലും നമുക്ക് ശക്തിയുക്തം പ്രതിരോധിക്കാൻ കഴിയും. ഇത് EDയുടെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്താൻ കഴിയും, മറ്റു പലതും കഴിയും. പക്ഷേ PA മുഹമ്മദ് റിയാസ് മുൻ മന്ത്രിയായിരുന്നതുകൊണ്ടോ PA മുഹമ്മദ് റിയാസ് CPMന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായതുകൊണ്ടോ ആണോ, പാർട്ടി ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു ദൗത്യത്തിന്റെ പേരിലോ ചുമതലയുടെ പേരിലോ ആണോ ഈ കേസുമായി ബന്ധപ്പെട്ട് ED PA മുഹമ്മദ് റിയാസിലേക്ക് ചെല്ലുന്നത്? അല്ല, വീണ മായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് അങ്ങനെ ഒരു അന്വേഷണം പോകുന്നുണ്ടെങ്കിൽ പോകാൻ കഴിയുക. അപ്പോൾ അതിനെ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കുക? ഇനി P നിഖിലും നന്ദുലാലും അടക്കമുള്ള നേതാക്കൾ DYFIയുടെയോ CPMന്റെയോ ഏതെങ്കിലും നേതൃപദവിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് ED എവിടെയെങ്കിലും പറയുമോ? ഇല്ല. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് EDക്ക് നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന്, അവരുടെ ചരിത്രം വെച്ച് നമുക്കറിയാം. പക്ഷേ ED അങ്ങനെ പറയുമോ? ഇല്ല. പാർട്ടിയുടെ നേതാക്കളായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് പറയുമോ? ഇല്ല. പകരം എന്താണ് പറയുക? സുഹൃത്തുക്കളായതുകൊണ്ട്,
സുഹൃത്തുക്കളായതുകൊണ്ട് സിം കാർഡ് എടുത്തു കൊടുത്തു എന്നതാണ് പറയുന്നത്. ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ ഈ നന്ദുലാൽ പറഞ്ഞത് മുഹമ്മദ് റിയാസും വീണയും ആവശ്യപ്പെട്ടിട്ടാണ് സിം കാർഡ് എടുത്തു കൊടുത്തത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ അത് വ്യക്തിപരമായ കാര്യമാണ്. എങ്ങനെയാണ് CPM അതിനെ രാഷ്ട്രീയമായി ചേർക്കുക? CPM-ന് പറയാം രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ടാണ് എന്ന്. നിയമപരമായി ചേർക്കാൻ കഴിയുമോ? ഇല്ല. ഈ കാര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകാൻ കഴിയുമോ? അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ ED അന്വേഷണം പാടില്ല എന്നാവശ്യപ്പെട്ട് CMR-ൽ കോടതി പോയിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അങ്ങനെയല്ല എന്ന് വിധി പറഞ്ഞതിന്റെ പിന്നാലെയാണ് റെയ്ഡുമായി ഇടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അന്ന് എന്തായിരുന്നു ആകെ ഒരു ഉപാധി? ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പാടില്ല. അന്വേഷണത്തിന് തടസ്സം നിൽക്കാൻ കഴിയില്ലെന്നേ. അന്വേഷണത്തിന് തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചതുകൊണ്ടാണ് ഇടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതിനി റിയാസിലേക്ക് പോയാലും രാഷ്ട്രീയമായി ചേർക്കാം, നന്ദുലാലിലേക്ക് പോയാലും രാഷ്ട്രീയമായി വിശദീകരിക്കാം, നിഖിലിലേക്ക് പോയാലും രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയാം. അതല്ലാതെ പ്രതിരോധിക്കാനും കഴിയില്ല. അതല്ലാതെ നിയമപരമായി പോകാൻ കഴിയുമായിരിക്കും മീഡിയ അന്വേഷണത്തിനെതിരെ. അതല്ലാതെ ചെറുക്കാൻ കഴിയില്ല, ഇഷ്ടികയും എടുത്തിട്ട് പോകാനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നത്. ഇനി CPM-ന്റെ മകളായതുകൊണ്ടാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞയിടത്താണ് വ്യക്തിപരമായ കേസുകളെ അല്ലെങ്കിൽ കമ്പനിയുടെ കേസുകളെ കമ്പനി പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം ഇറക്കിയ വാർത്താക്കുറിപ്പിലെ ആദ്യത്തെ വരി എന്താണ് ഡോക്ടർ അരുൺകുമാർ? 2 കമ്പനികൾ തമ്മിലുള്ള എന്നല്ലേ? അതിനെ ആ വഴിക്ക് വിട്ടാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2 കമ്പനികൾ എന്ന് പറയേണ്ടി വരുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, ED-യുടെ വാർത്താക്കുറിപ്പ്. ED വാർത്താക്കുറിപ്പ് ഇറക്കിയ ആ വാർത്താക്കുറിപ്പ് മുഴുവനും ഈ പറയുന്ന പാർട്ടി പത്രം എഴുതിയ പോലെ അപസർപ്പക കഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞു ഹവാല ഇടപാട് നടത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വീണാറ്റിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ഹവാല ഇടപാട് എന്ന തലക്കെട്ടടിച്ചത്. ആണോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ വീണ ഹവാല നടത്തിയെന്ന്? പറയുന്നില്ല. ഈ റെയ്ഡുകളിൽ അത് കോഴിക്കോട് നടത്തിയ റെയ്ഡാണോ തിരുവനന്തപുരത്ത് നടത്തിയ റെയ്ഡാണോ എന്നറിയില്ല. ഹവാല ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയെന്നേ പറയുന്നുള്ളൂ. ആരിൽ നിന്നാണെന്ന് പറയുന്നില്ല എന്ന സാഹചര്യമുണ്ട്. വാർത്താക്കുറിപ്പ് ഇറക്കി പിണറായി വിജയൻ അതിനെതിരെ നിശ്ചിതമായ വിമർശനം നടത്തിയപ്പോൾ ഇന്ന് ED അതിന് മറുപടി പറയാൻ പോകുക. ED ആരാണ്? ED ഒരു വ്യക്തിയാണോ? ED എന്താണ്? രാജ്യത്തൊരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അവർക്ക് ഇങ്ങനെ വായിക്കുവായി മറുപടി പറയേണ്ട ആവശ്യമില്ല. അതൊരു അന്വേഷണ ഏജൻസിയാണ്. അവർക്ക് നിയമപരമായ കാര്യങ്ങൾ ഇനി അവർ കണ്ടെത്തിയതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കോമ്പീറ്റന്റ് ആയ അടുത്ത ഏജൻസിക്ക് നിയമപരമായ അറിയിപ്പ് നൽകുക എന്നതിനപ്പുറത്ത് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട. പോട്ടെ, ആദ്യത്തെ വാർത്താക്കുറിപ്പ് അവിടെ നിൽക്കട്ടെ. ശരി, പിണറായി വിജയൻ പറഞ്ഞതിന് മറുപടി പറയാമോ? ഇദ്ദേഹം എന്താ മുഖ്യമന്ത്രിയാണോ? അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ആളാണോ? ഈ ED-യുടെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ മറുപടി പറയാൻ പോകാൻ? ഇതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് എന്നതാണ്. ഒന്നും കിട്ടിയില്ല എന്നതാണ് ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സിന്റെ അടക്കം, നോട്ട്സ് എന്നും അക്കൗണ്ട്സും എന്നും പറയുന്നുണ്ട്. ഇതിനെതിരെ അടക്കം വേണമെങ്കിൽ ഈ സമയത്ത് വീണാറ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കോടതിയെ സമീപിക്കാവുന്നതാണ്. കാരണം തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ, അപഹസിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിൽ, സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ ED ലീക്ക് ചെയ്യുന്നു വാർത്താക്കുറിപ്പ് അനുസരിച്ച്. അപ്പോൾ അത് അപമാനകരമാണ് എന്ന് പറഞ്ഞ് ഡിഫമേഷൻ അടക്കമായി മുന്നോട്ട് പോകാം എന്നതാണ്. നേരത്തെ PR സുനിൽ പറഞ്ഞു എനിക്കും സംശയമുണ്ട്, 2.78 crore-മായി ബന്ധപ്പെട്ട് എനിക്കും സംശയമുണ്ട് എന്ന് PR സുനിൽ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ആ സംശയം വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ വിശദീകരണത്തിലൂടെ ചെയ്യേണ്ടത്. അല്ലാതെ ED-യുടെ രാഷ്ട്രീയം ഇന്ത്യയോ കേരളത്തെയോ പഠിപ്പിക്കേണ്ടതില്ല. അതൊട്ടും പാർട്ടി ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ടതുമില്ല. MV ഗോവിന്ദൻ മാഷ് ആ കാര്യത്തിൽ രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്നതിന് പകരം എന്തിനാണ് 2.78 crore എന്നത് വിശദീകരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് കുറച്ചുകൂടി കാമ്പുണ്ടാകുമായിരുന്നു, കാതലുണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.